ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവയെല്ലാം ത്രിത്വൈക സ്വഭാവമുള്ളതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ചിന്താ വിഷയം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും 50 നോമ്പിന്റെ ചൈതന്യത്തിലും പ്രാർത്ഥനയിലും ഒക്കെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ ചിന്താശകലം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. വളരെ വ്യത്യസ്തമാണെങ്കിൽ പോലും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവയെല്ലാം ത്രിത്വൈക സ്വഭാവമുള്ളതാണ് എന്നതാണ് നാം ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം ദൈവം ത്രിയേകനാണ്. ഏകദൈവവും ദൈവത്തിൽ 3 ആളുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം സൃഷ്ടിച്ചവയെല്ലാം ഈ ത്രിത്വൈക സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ്. നാം ഒരു മരത്തെ നോക്കുകയാണെങ്കിൽ അതിന് ഇലകളുണ്ട്, തണ്ടുകളുണ്ട്, അതിന് വേരുകളുണ്ട്. നാം ഒരു വീടിനെ എടുക്കുകയാണെങ്കിൽ അതിന് ചുമരുകളുണ്ട്, അതിന് മേൽക്കൂരയുണ്ട്, തറയുണ്ട്. മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ മനുഷ്യന് ആത്മാവുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അവന് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഉദരത്തിൽ നിന്ന് പുറത്തു കിടന്ന് 2 കാലിലും അവൻ നടന്ന് അവന്റെ ജീവിത ചെയ്തികൾ തീർക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. മൂന്നാമത് അവൻ മരണത്തിലൂടെ ഭൂമിയുമായി ഏകമായി തീരുന്ന അവസ്ഥയിൽ അവന്റെ ആത്മാവ് ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ദൈവം സൃഷ്ടിച്ച എല്ലാത്തിനും ഒരു ത്രിത്വൈക സ്വഭാവം, ത്രിത്വൈക മാനമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുസഭയിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിലും ഇത് തന്നെ കാണാൻ സാധിക്കും. സ്വർഗത്തിലായിരിക്കുന്ന വിജയസഭ, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന സഹനസഭ, അതുപോലെ പൈശാചിക പ്രവർത്തനങ്ങളോട് നിരന്തരം പോരാടി വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു സമരസഭ. പെസഹ രഹസ്യ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യാത്മാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പോലും നമുക്ക് ഈ ത്രിത്വൈക മാനം നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത് ദൈവത്തെ അറിയാതിരുന്ന ഒരു കാലഘട്ടം. രണ്ടാമത് ദൈവത്തെ പല അനുഭവങ്ങളിലൂടെ കുറേശ്ശെ അറിയുന്ന ഒരു കാലഘട്ടം. മൂന്നാമത് ഈ അറിഞ്ഞ ദൈവത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ആ ദൈവവുമായി ഐക്യത്തിൽ എത്തിച്ചേരുന്ന ഈ ഒരു കാലഘട്ടം. ഒന്നാമത്തെ കാലഘട്ടത്തിൽ മനുഷ്യാത്മാവിന് വളരെ വേണ്ടത്ര ബുദ്ധിയോ അല്ലെങ്കിൽ അറിവോ ഇല്ലാത്തൊരവസ്ഥയിൽ ദൈവം തന്റെ കൃപയും അനുഗ്രഹവും അനന്തമായ ജ്ഞാനവും ചൊരിഞ്ഞ് പതുക്കെ അവനെ ആ ഒരു ദൈവസ്നേഹത്തിലേക്ക്, ദൈവ ഐക്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരവസ്ഥ. രണ്ടാമത് പല അനുഭവങ്ങളിലൂടെ ഈ അവസ്ഥ അവനിലേക്ക് ഉറപ്പിക്കുന്ന ഒരു ദൈവം. മൂന്നാമത് ഈ പല അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിക്കൊണ്ട് വരുമ്പോൾ അവന് ദൈവം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവന്റെ ആത്മാവ് എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ. ഈശോയുടെ പെസഹ പീഡാനുഭവ മരണ ഉദ്ധാന രഹസ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ത്രിമാന സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം ഈശോയോട് പൂർണ്ണമായി ഒരു സമ്മതം ചോദിക്കുമ്പോൾ പരിപൂർണ ദൈവവും മനുഷ്യനുമായിരുന്ന ഈശോ അതിന് പൂർണ്ണമായി സമ്മതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് നമ്മളൊന്ന് ഇതിനെ റിഫ്ലക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കും കാണാൻ സാധിക്കുന്നത് ഈ ഒരു ത്രിമാന സ്വഭാവം കാണാൻ സാധിക്കും. അതിലെ ഈ ഒരു മൂന്നാമത്തെ ഘട്ടം നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിളിക്കപ്പെട്ടവരായ നമ്മെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിൽ നമ്മളെ ദൈവൈക്യത്തിൽ എത്തിച്ചേരുവാൻ ഇതിൽ നമുക്ക് നമ്മുടെ പൂർണ്ണമായ മനസ്സും നമ്മുടെ പരിശ്രമവും നമ്മുടെ അധ്വാനവും ആവശ്യമാണ്. വിശ്വാസത്തിന്റെ ശുദ്ധത അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഐക്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഒരു വ്യക്തിയുടെ, ഒരു ആത്മാവിന്റെ തീഷ്ണത അല്ലെങ്കിൽ ഒരു ആത്മീയ വെളിച്ചം അല്ലെങ്കിൽ ഒരു ആത്മീയ ഉണർവ് നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ അതിന് ഏറ്റവും നമുക്ക് മാതൃകയായി തീരേണ്ടത് നമുക്ക് നമ്മുടെ മുന്നിലുള്ള കുരിശുമരണം വരെ അനുസരണം അഭ്യസിച്ചവനായ ഈശോ തന്നെയാണ്. നമുക്കറിയാം, നമുക്ക് കഞ്ഞി കുടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അരിയും വെള്ളവും കലവും തീയും വിറകും ഒക്കെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പോലും നമുക്ക് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് അതിന്റെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മളത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കഞ്ഞിയുടെ സ്വാദ് ആസ്വദിക്കുവാനും നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കുന്നത്. ഇതുപോലെ ദൈവൈക്യത്തിൽ എത്തിച്ചേരുവാൻ ഒരു ആത്മാവിന്റെ പരിശ്രമം, ശ്രദ്ധ, താല്പര്യം ഒക്കെ ആവശ്യമാണ്.
അതുകൊണ്ട് ഈ ഒരു പെസഹ കാലത്ത്, ഈ ഒരു നോമ്പ് കാലത്ത്, ഈ ഒരു ആത്മീയ ചൈതന്യം, ഈ ഒരു ദൈവത്തെ പ്രാപിക്കുവാനുള്ള ഒരു അധ്വാനം, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നല്ല ദൈവം നമുക്ക് തരട്ടെ. അതിനുള്ള ആത്മീയ കൃപ ഈ നോമ്പുകാലം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരു നല്ല ദിവസം, ഒരു നല്ല കാലഘട്ടം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.